തൂഫാന്റെ ആദ്യം ഞങ്ങൾക്ക് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. തൂഫാന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ശരിക്കും പോലീസും എക്സൈസും നോർമലി ഇത് നാർക്കോട്ടിക് ഹണ്ട് തുടർന്നുകൊണ്ടിരുന്നതാണ്. അത് നമ്മൾ സ്ക്വാഡുകാരെ വെച്ചിട്ടാണെങ്കിലും അല്ലാതെ നമ്മൾ ലോക്കൽ പോലീസിങ്ങിലൊക്കെ ആണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു ഞങ്ങളൊരു പേഴ്സണൽ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്, ഒരു ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് സ്പീഡായിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടി. അത് അതിന്റെ കാരണം നേരത്തെ ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ ഈ പറയുന്ന പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ലഹരി കച്ചവടം ചെയ്യുന്നവരുടെയൊക്കെ ഇൻഫർമേഷൻസ് തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇവര് എന്തെങ്കിലും അവരെ ചെയ്യുവോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുവോ അല്ലെങ്കിൽ അവരെ അപകടപ്പെടുത്തുവോ എന്നൊക്കെയുള്ള ഒരു പേടിയും ഭയവും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു പൊതുജനങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ചില നമുക്ക് നല്ല അവയർനെസ് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷെ ഇതെന്താണ് യോദ്ധാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ പൊതുജനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയമില്ലാതെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻ തരാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഞങ്ങൾ 4 ടീമായിട്ട് തിരിച്ചിട്ടാണ് ഞങ്ങൾ ഈ തൂഫാൻ എന്ന് പറയുന്ന പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവന്നത്. അതിൽ ഡിറ്റക്ഷൻ ടീമുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, അവയർനെസ് ഉണ്ട്, അതുപോലെ റീഹാബിലിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു റീഹാബിലിറ്റേഷന്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിട്ട് കാരണം പല ഇത് വളരെ അധികം അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമായി. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് പിന്നോക്കമായിട്ട് നിൽക്കുന്ന ആളുകളെ അവരെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷെ അതിൽ സാമ്പത്തികമായിട്ടുള്ള ചെലവുണ്ട്. അത് മിക്ക ആളുകൾക്കും താങ്ങാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. അപ്പം ഇന്നും ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും ഒരു ആളെന്തെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു നമുക്ക് എന്താ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു എക്സൈസിന്റെ വിമുക്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ വിമുക്തിയിലും കുറച്ച്. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഈ ഫുട്ബോൾ ഭ്രാന്ത് നിന്റെ ഭാര്യയ്ക്ക് അറിയാവോ? ഇതാണ് പെർഫെക്റ്റ് മാച്ച്. അതിന് എന്നെ സഹായിച്ചത് നെസ്റ്റ് മാട്രിമോണി. കേരളത്തിൽ ആദ്യമായി AI സഹായത്തോടെ പെർഫെക്റ്റ് മാച്ചിങ്, ഫുൾ ടൈം സപ്പോർട്ട്, നൈറ്റ് ട്രെയിൻ സ്റ്റാഫ്, 1 ടൈം ഫീ. മാട്രിമോണി നെസ്റ്റ് എങ്കിൽ വിവാഹം ബെസ്റ്റ്. Nest Matrimony.